എപ്പിസോഡിന്റെ തുടക്കത്തില് സിർനി അവൾ അങ്ങനെ ഇപ്പൊ സ്റ്റാച്ചു ആക്കി നിർത്തിയിരിക്കുകയാണ്. അവളുടെ തൊട്ടടുത്ത് തന്നെ അവനും അവളെ നോക്കി ഇപ്പൊ ചിരിക്കും. അവൻ അവളുടെ പുറത്തൊക്കെ പിടിച്ച് ഇപ്പൊ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇന്നു മുതല് ഈ ഫോർബിഡൻ ജിപ്സുവും ഇവളും എനിക്ക് സ്വന്തം. എന്നെ കൊണ്ട് മാത്രമേ ഈ ഒരു ഫോർബിഡൻ ജിപ്സു അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇന്നു മുതൽ ഇവളെന്റെ ഒരു ടൂൾ ആയിരിക്കും എന്ന് പറഞ്ഞ് അവനിപ്പോ അവളെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ഈ സുജികുമാർ ക്ലാന് അത് തിരിച്ചു പിടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. എന്റെ കയ്യിൽ മാത്രമേ ഇപ്പൊ അത്രയും പവറുള്ളൂ. എന്നെ കൊണ്ട് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. പക്ഷെ എന്റേതായ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാൻ അത് ഞാൻ തിരികെ പിടിക്കുക. നീയും ഹാപ്പി അല്ലേ ചുന്ദരി എന്ന് പറഞ്ഞ് അവനിപ്പോ അവളുടെ കവളെ പിടിച്ച് നുള്ളി ഇപ്പൊ എന്തൊക്കെയോ ചെയ്യാണ്. അവൻ അവളെ പിടിച്ചു വലിച്ച് ഇപ്പൊ എന്തോ ഒരു റിച്വല് അത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സുജികുമാർ ക്ലാൻ ഫോർബിഡൻ ജിപ്സു കം ഔട്ട് എന്ന് പറയുന്ന അതേ സമയത്ത് അവൾക്ക് ചുറ്റും ഒരു ചുവന്ന പവർ വരും. ആ നാച്ചുറൽ എനർജി അതിപ്പോ പതിയെ അവളുടെ ഫോർബിഡൻ ജിപ്സുവിലേക്ക് അങ്ങനെ അബ്സോർബ് ആവും. അവൻ വിളിച്ചു പറയും, ഫോർബിഡൻ ജിപ്സു അതിന് എനിക്ക് സ്വന്തം. സുജികുമാർ ക്ലാനിന്റെ താക്കോല് അതിപ്പോ എന്റെ കയ്യിലാണ്. അവൻ നേച്ചർ എനർജി അത് മുഴുവൻ കൺട്രോൾ ചെയ്ത് ഇപ്പൊ അവളുടെ ബോഡിയിലേക്ക് അങ്ങനെ അയക്കുകയാണ്. കുട്ടപ്പനും നമ്മുടെ ചുന്ദരനും അവര് രണ്ടുപേരും അവിടേക്ക് ഓടിയെത്തും. അപ്പൊ എന്തോ ഒരു പവറ് ഇപ്പൊ എന്തിനോ ലക്ഷ്യം വെച്ച് പോകുന്നത് കാണുമ്പോ കുട്ടപ്പൻ ചോദിക്കും, അതെന്ത് പവറാണ്? അതിന് ചുന്ദരൻ പറയും, അത് നേച്ചർ പവറാണ്. എന്തോ ഒരു റിച്വല് അവിടെ നടക്കുന്നുണ്ട്. ചുന്ദരൻ ഉടനെ അവന്റെ ട്യൂബ് എടുത്ത് ഇപ്പൊ വീണ്ടും ബബിൾസുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. ആ ബബിൾസുകളെല്ലാം തന്നെ ഇപ്പൊ റിച്വൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഉടനെ ചുന്ദരൻ പേടിച്ച് ഇപ്പൊ ആ ബബിൾസിന്റെ പിന്നാലെ ഓടാണ്. അവൻ കുട്ടപ്പനോട് പറയും, ഉറപ്പായിട്ടും ചുന്ദരി അവൾ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ ബബിൾസ് ഇപ്പൊ അവിടേക്ക് പോകുന്നത്. അവര് രണ്ടുപേരും ഇപ്പൊ ഉഷാറായിട്ട് ഓടി അവളുടെ തൊട്ടടുത്തെത്തും. ചുന്ദരൻ പറയും, നമ്മൾ എത്താൻ അല്പം ലേറ്റായി പോയി. അത് കേട്ട് വില്ലൻ, ഒച്ച വെക്കല്ലേ സൈത്താമാരെ, ഒച്ച വെച്ച് നിങ്ങൾ ഈ റിച്വല് അത് കൊളാക്കോ. ഞാൻ ചുന്ദരിയുടെ ആഗ്രഹപ്രകാരം ഞങ്ങളുടെ ക്ലാൻ അത് തിരികെ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇവിടെ ചുന്ദരിക്ക് അവൾക്ക് അനങ്ങാൻ കഴിയില്ലെങ്കിലും അവൾക്ക് മനസ്സിലാവും ചുന്ദരനും കുട്ടപ്പനും അവളെ അന്വേഷിച്ച് അവളുടെ തൊട്ടടുത്ത് എത്തിയെന്ന്. ഞാൻ ഈ ഫോർബിഡൻ ജിപ്സു അത് ഇവളുടെ ബോഡിയിൽ നിന്ന് ഇപ്പൊ റിട്രൈവ് ചെയ്യാണ്. ഇവളെ കൊണ്ട് ഇത് പുറത്തെടുക്കാനായിട്ട് കഴിയില്ല. കാരണം ഇവൾക്ക് അത്രയ്ക്ക് പവറോ പൊട്ടൻഷ്യലോ ഇല്ല. പക്ഷെ അത് എന്നെ കൊണ്ട് കഴിയും. ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അത് കേട്ട് കുട്ടപ്പൻ അവനിപ്പോ നിലവിളിച്ചു പറയും, ഇവളുടെ ഗ്രാൻഡ് ആഗ്രഹിച്ചത് ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഈ ക്ലാൻ തിരികെ പിടിക്കണമെന്നല്ല. അതിന് സിർനി പറയും, എനിക്ക് ആരുടെ ഫീലിങ്സ് ഒരു പ്രശ്നമല്ല. ഞാൻ ചെയ്യുന്നതാണ് എന്റെ ശരി. എന്റെ വഴി അതെനിക്ക് മാത്രമുള്ളതാണ്. ഈ ഫോർബിഡൻ ജിപ്സു അതെനിക്ക് കിട്ടിക്കഴിഞ്ഞ 5 ഗ്രേറ്റ് നേഷൻസും എന്റെ മുൻപില് മുട്ടുകുത്തും. അതാണ് എന്റെ ആഗ്രഹം. എല്ലാ രാജ്യങ്ങൾക്കും പിന്നീട് സുപ്പീരിയർ അത് ഞാനായിരിക്കും. ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പിന്നീട് എല്ലാവരും അംഗീകരിക്കുക. പിന്നീട് എല്ലാവരെയും ഞാൻ എന്റെ അടിമയാക്കി മാറ്റുമെന്ന് പറയുമ്പോ അതിന് ചുന്ദരൻ പറയും, നീ ഇങ്ങനൊരു വിഡ്ഢിയാണോ? നിന്നെക്കൊണ്ട് ഒരിക്കലും ഇതിന് കഴിയില്ല. അതിനവൻ പറയും, ഉറപ്പായിട്ടും കഴിയും. ഈ ഫോർബിഡൻ ജിപ്സു അതെന്റെ കയ്യില് കിട്ടിയാൽ മാത്രം മതി. ചുന്ദരി പെണ്ണ് അവൾ ഇങ്ങനെയൊന്നും അല്ല അവളുടെ ക്ലാനിനെ തിരികെ പിടിക്കാൻ ആഗ്രഹിച്ചത്. അപ്പൊ ചുന്ദരൻ പറയും, അവൾ നിന്നെ വിശ്വസിച്ചു, പക്ഷെ അവളെയും നീ ബുദ്ധിപരമായി ചതിച്ചു. നിനക്കാവശ്യം നിന്റേതായ ഇഷ്ടത്തില് നിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഒരു ക്ലാൻ ഉണ്ടാക്കി എടുക്കുക എന്നതാണ്. അത് കേട്ട് അതെന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. അതിന് വില്ലൻ, ആദ്യം നീ നിന്നെ നന്നാക്ക്, എന്നിട്ട് പിന്നെ എന്നെ നന്നാക്കാനായിട്ട് നീ ശ്രമിച്ചാ മതി. നീ ആക്ച്വലി ഒരു റോക്ക് നിഞ്ചയല്ലേ? ആ ബിങ്കോ ബുക്കിൽ പോലും നിന്റെ പേരില്ലേ? നിന്നെ പോലെ തന്നെ എനിക്കും എന്റെ താല്പര്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ എന്റെ അച്ഛനെ പോലും കൊന്നുകളഞ്ഞു. അവനിപ്പോ കുട്ടപ്പനെ നോക്കി പറയും, കുട്ടപ്പ നിന്നെ പോലെ തന്നെയാണ് ഞാനും. അതേ സമയത്ത് ചുന്ദരി അവളിപ്പോ ഫ്ലാഷ് ബാക്കില് ഓരോ കാര്യങ്ങളായിട്ട് ചിന്തിക്കുകയാണ്. അപ്പൊ ചുന്ദരൻ അവനും ഫ്ലാഷ് ബാക്കില് അവന്റെ മാസ്റ്ററിനെ കുറിച്ച് ചിന്തിക്കും. ആക്ച്വലി അവന്റെ മാസ്റ്റർ അവനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അപ്പോഴേക്കും ആ ഒരു മോൺസ്റ്റർ അത് മാസ്റ്റർ തന്നെ കൊന്നുകളഞ്ഞു. വില്ലൻ പറയും, നിങ്ങളോട് സംസാരിച്ച് എന്റെ സമയം ഞാൻ പാഴാക്കില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ക്ലാൻ അത് ക്രിയേറ്റ് ചെയ്യണം. പിന്നീട് ലൈഫ് ലോങ് എന്റെ വെറും ഒരു ടൂളായിട്ട് ഞാൻ ഈ ചുന്ദരി ഉപയോഗിക്കും. അത് കേട്ട് കുട്ടപ്പന് കലിപ്പ് കയറി അവനെ ഇടിക്കാനായിട്ട് ഇപ്പൊ ഓടി വരും.
പക്ഷെ വില്ലൻ അപ്പോഴേക്കും അവന്റെ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കുട്ടപ്പനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിർത്തും. അവൻ പറയും, ഇപ്പൊ നീയും ഇവളെ പോലെ എന്റെ കൺട്രോളിലാണ്. വില്ലൻ പറയും, നിങ്ങൾ രണ്ടുപേരും ഇനി മുതൽ എന്റെ ടൂളിന്റെ ബോഡി ഗാർഡാണ്. വില്ലൻ അടുത്തതായിട്ട് ഇപ്പൊ ചുന്ദരക്കുട്ടപ്പനെയും അവൻ ലോക്ക് ചെയ്യും. കുട്ടപ്പൻ ഒരുപാട് ദേഷ്യം വന്ന് അവൻ വിളിച്ചു പറയും, അവളെ ഒരിക്കലും ടൂളെന്ന് വിളിക്കാൻ പാടില്ല. അതിന് വില്ലൻ അവൻ വീണ്ടും അവന്റെ ജിപ്സ് ഉപയോഗിച്ച് കുട്ടപ്പന്റെ വായടയ്ക്കും. ഇനി നീ സംസാരിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അവനാവട്ടെ നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിക്കും. വില്ലൻ പറയും, ഞാനൊരിക്കലും ഇവളെ നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല. കട്ട് ചെയ്താ ഇപ്പൊ വില്ലൻ പറയും, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിന്ന് നല്ലൊരു കാഴ്ച കാണണം. ഇപ്പൊ നിലവിലുള്ള സുജികുമാർ ക്ലാൻ അത് ഞാൻ നശിപ്പിക്കാൻ പോവാണ്. അതും നിങ്ങളുടെ മുൻപിൽ വെച്ച് നിങ്ങൾ 3 പേരും അത് കണ്ട് ആസ്വദിക്കണം. ഇവിടെ ചുന്ദരിക്കാണെങ്കിൽ ഒരുപാട് വിഷമായി അവൾ കരയാൻ തുടങ്ങും. ഇതെല്ലാം തന്നെ ഞാൻ കാരണമാണ് സംഭവിച്ചത്. ഇവര് പറഞ്ഞതുപോലെ കേൾക്കായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അത് കണ്ട വില്ലൻ ഇപ്പൊ അവളോട് പറയും, നീ ഇപ്പോഴും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? ഇനി നിനക്ക് കാഴ്ചയും വേണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ അവളുടെ കണ്ണു മൂടും. എന്റെ പവറില് നിന്റെ ഫോർബിഡൻ ജിപ്സു അത് പുറത്തേക്ക് വരും. അതുപയോഗിച്ച് നമ്മുടെ ഈ പഴയ ക്ലാൻ അത് ഞാൻ നശിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറയും യാമുട്ടോ സെൻസായും സായും അവരെ 3 പേരെയും ഇപ്പൊ ആ ഗ്രാമത്തിലുള്ള ജനങ്ങള് എല്ലാവരും ചേർന്ന് വളയും. യാമുട്ടോ സെൻസായി സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് അലറും. ആ സമയത്ത് സാക്കുറ അവള് സോറി പറഞ്ഞ് ഇപ്പൊ ജനങ്ങളെ എല്ലാം തന്നെ അടിച്ചു തെറിപ്പിക്കാൻ തുടങ്ങും. സായി ആവട്ടെ അവന്റെ ജിപ്സ് ഉപയോഗിച്ച് ഒരുപാട് പേരെ ഒരേ സമയത്ത് അവിടുന്ന് തൂക്കിയെടുത്തെറിയും. യാമുട്ടോ സെൻസായി വീണ്ടും ഇപ്പൊ വുഡ് ജിപ്സ് ഉപയോഗിച്ച് ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്ത് ഗ്രാമത്തിലുള്ള എല്ലാവരെയും അതിൽ ലോക്ക് ചെയ്യും. പക്ഷെ ആ വില്ലന്മാര് അവരിപ്പോ വീണ്ടും യാമുട്ടോ സെൻസായുടെ ആ ഒരു വുഡൻ സെല്ല് തകർക്കും. വീണ്ടും ജനങ്ങൾ പുറത്തേക്ക് വന്ന് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. ഇവിടെ കുട്ടപ്പൻ ഒരുപാട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കും. അപ്പോഴായിരിക്കും സായി മുൻപ് വിട്ട ഒരു ബബിള് അവന്റെ അടുത്തേക്ക് തന്നെ വരിക. അവൻ ആ ബബിള് കണ്ടുടനെ അവന്റെ ഒരു ജിപ്സ് ഉപയോഗിച്ച് അതങ്ങനെ പൊട്ടിത്തെറിപ്പിക്കും. അത് കണ്ട് ഒരു സെക്കൻഡ് ഇപ്പൊ വില്ലൻ ഫ്രീസ് ആയി പോവും. അത് കണ്ട് കലിപ്പ് കയറി ഇപ്പൊ വില്ലനാവട്ടെ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഈ സമയത്തും നിന്റെ ജിപ്സ് ഉപയോഗിക്കും. അവൻ പതിയെ തല ഉയർത്തി നോക്കും. അപ്പോഴായിരിക്കും അവനൊരു കാര്യം കാണുക. കുട്ടപ്പനും ചുന്ദരനും അവരുടെ മോൺസ്റ്റർ പവർ ഇപ്പൊ പുറത്തെടുത്തോണ്ടിരിക്കുകയാണ്. ഉടനെ അവരെ ലോക്ക് ചെയ്ത ജിപ്സ് തകർത്ത് അവര് 2 പേരും ഇപ്പൊ ഫ്രീ ആവും. ചുന്ദരനാവട്ടെ അവൻ ഓടി വന്ന് ഇപ്പൊ ചുന്ദരിയെ രക്ഷിക്കാൻ നോക്കും. അത് കണ്ട് ടെൻഷനായിട്ട് ഇപ്പൊ വില്ലൻ ചുന്ദരനെ പിടിക്കാനായി അവന്റെ അടുത്തേക്ക് ഓടി വരും. കുട്ടപ്പനാവട്ടെ അവന്റെ മൾട്ടി ഷാഡോ ക്ലോൺ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ വില്ലനെ പിടിക്കാൻ അവന്റെ തൊട്ടടുത്തെത്തും. വില്ലൻ വീണ്ടും വീണ്ടും അവന്റെ ജിപ്സ് ഉപയോഗിച്ച് നറൂട്ടോയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എന്താ, അവൻ ഓരോ തവണ കൺട്രോൾ ചെയ്യുന്നതും കുട്ടപ്പന്റെ ക്ലൗൺസിനെ ആയിരിക്കും. കുട്ടപ്പനും ചുന്ദരനും അവര് 2 പേരും ഓടി വന്ന് ചുന്ദരിയെ രക്ഷിക്കാൻ ശ്രമിക്കും. അതിന് വില്ലൻ പറയും, അവളെ തൊട്ടു പോകരുത്. തൊട്ടാ അടുത്ത നിമിഷം ആ ഫോർബിഡൻ ജിപ്സു അത് ഞാൻ ആക്ടിവേറ്റ് ചെയ്യും. ഓൺ ദ സ്പോട്ട് നമ്മളെല്ലാവരും കാലിയാവെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഒരു സെക്കൻഡ് ഷോക്കായി ഇപ്പൊ അങ്ങനെ നിൽക്കും. വില്ലൻ ഇപ്പോ അവരോട് 2 പേരോടും മാറി നിൽക്കാൻ പറയും. അവര് നിസ്സഹായരായി ഇപ്പൊ മാറി നിൽക്കുമ്പോ അവൻ അവളുടെ തൊട്ടടുത്ത് വന്ന് ഫ്യൂരി ജിപ്സു എന്ന് പറഞ്ഞ് അവളെ ടച്ച് ചെയ്യും. അവള് പേടിച്ചു വരച്ച് ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കും. വില്ലൻ അങ്ങനെ പറഞ്ഞുടനെ ഇപ്പൊ മുകളില് ഒരു പോർട്ടൽ ഓപ്പൺ ആവും. അവിടെ മുഴുവൻ ഇപ്പൊ തകരാൻ തുടങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും